എല്ലാവർക്കും പുതിയ വീഡിയോക്ക് സ്വാഗതം. മറ്റേ ഇംഗ്ലണ്ടിൽ പോകാനാണ് പോണത്. ഇംഗ്ലണ്ടിൽ നല്ല തണുപ്പാണെന്നൊക്കെ കേട്ട് ഇംഗ്ലണ്ടിൽ പോയാൽ പിന്നെ അവിടെ ഫുൾ ഹാപ്പി കിട്ടും. അതുകൊണ്ട് ഇംഗ്ലണ്ടിൽ പോയിങ്ങാണ്ട് അവിടുന്ന് അല്ല അതിന് മുമ്പ് ഫ്ലൈറ്റ് വേണമല്ലോ. മിലിറ്ററി ബേസിലുണ്ടല്ലോ, അടിച്ചു മറിച്ച് പോരെ. നമ്മളെ സാധാ ഇന്ത്യ ഫ്ലൈറ്റിനൊക്കെ 100 കോടി 2 കോടി 25 കോടിയൊക്കെ. നമുക്കൊന്ന് ഇറങ്ങി നോക്കി നോക്കിയാലോ. എന്തറിഞ്ഞാലും ഇതുവരെ ഒന്നുമില്ല. ഒന്ന് ഇറങ്ങി നോക്കി നോക്കല്ലേ. ഇവിടുന്ന് വേണ്ട, ഇവിടുന്ന് റൂൾസ് പാലിക്കൂല. നമുക്ക് ഇറങ്ങി നോക്കി നോക്കിയാലേ. മിലിറ്ററി ബേസിലൊക്കെ പോകണമെങ്കിൽ എത്ര റിസ്ക് ആണെന്ന് അറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമുക്കൊന്ന് ഇറങ്ങി നോക്കി നോക്കാം. 10% വിജയിക്കാം, 80% തോക്കാം. എല്ലാവർക്കും 10% ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കുറവല്ലേ. 10 മില്യൺ ലൈഫ് ഇട്ടാണ്. എന്തറിയാൻ പോയോക്കാം. നമുക്ക് ആദ്യം പോയിട്ടൊരു സീക്രട്ട് മാസ്ക് വാങ്ങിക്കണം. പിന്നെ വണ്ടിയൊക്കെ പൊട്ടിക്കണം. വണ്ടി പൊട്ടിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. നമുക്ക് നേരെ അവിടേക്ക് തന്നെ വിടണം. അല്ലെങ്കിൽ പണി ഉഷാളായി പാറും. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അത്ര സമയമുള്ളൂ, പെട്ടെന്ന് ചെയ്ത് വെച്ചാൽ. സെലക്റ്റാനായി നമ്മൾ നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഹൗസ് എത്തി. ഇത് കുഴപ്പമില്ല, ഇത് പോയത് കുഴപ്പമില്ല. അവിടെ കൊടുങ്കാറ്റ് വരുന്ന ലക്ഷണം ഉണ്ടല്ലോ. എത്തി. കൊടുങ്കാറ്റ് പോയി. അവിടെ കിടന്നുറങ്ങിപ്പോയി ഞാൻ. മിലിറ്ററി ബേസിൽ പോയിട്ട് ഒരു ദിവസം പോലും ഞാൻ തിരിച്ചു വന്നിട്ടില്ല. ഹോസ്പിറ്റലിൻ്റെ മുമ്പ് ബാക്കി എല്ലാ ദിവസവും ഞാൻ കണ്ടത് ഇന്നെ തന്നെ. ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ ഇത്തിരി ചെറിയ രാജ്യമാണ്. നമ്മളെ ഇന്ത്യൻ്റെ അത്ര ഒന്നും വരില്ല. വരുന്നൊരു ഷോർട്ട് കട്ട് പിടിക്കാം. അതായിരിക്കും ജീവന് നല്ലത്. അല്ലെങ്കിൽ ഇന്ന് പാതിരാത്രി എത്തിയാൽ പോലും ഞാനവിടെ എത്തും തോന്നുന്നില്ല. വണ്ടിക്ക് എന്തൊരു ഒരു സൗണ്ട് പോകുമല്ലേ. വെറുതെ അല്ല ഇനി വണ്ടി എത്ര പ്രാവശ്യം അടിച്ചത്. നമ്മൾ ഇവിടെ നിന്ന് ചെയ്യാതായിരിക്കും നല്ലത്. മുമ്പ് കൊണ്ടുപോയി നിർത്തി വെച്ചാലേ ഒന്നും ചെയ്യില്ല. ഡ്രസ്സൊക്കെ മാറ്റി മാസ്കൊക്കെ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി മാസ്കൊക്കെ ഇട്ടിരിക്കണം. രാത്രിയായോ? അല്ലോ ഉറങ്ങിപ്പോയി. ഞാൻ എടുത്ത മാസ്ക് ഉണ്ടോ? ഇതാണ് ഞാൻ എടുത്ത മാസ്ക്. ഇതൊക്കെ എൻ്റെ ഡൈനോസർ മാസ്ക്. എന്തറിഞ്ഞാൽ ഫുൾ ഗണ്ണ് വെച്ച് ഞാൻ കിടക്കണേ. ഇത് കയറാൻ കഴിയോ? അത് ചട പണി പാളി. മിലിറ്ററി ബേസിക്ക് ഇപ്പം വേണ്ട. വെടിച്ചടാ. ഈ സമയത്ത് തന്നെ വെടിയേക്കണേ. ഞാൻ ഇത്രയും പെട്ടെന്ന് വെടിയേക്കണേ. ലിങ്ക് നിൽക്കണേ. 200 സ്റ്റാർ കൊന്ന് എൻ്റെ കൊള്ളിനേക്കാളും ചാവണേനേക്കാളും നല്ലത് അത് തന്നെയാണ്. എടുക്കണുണ്ട് എല്ലാവരും. ഒരു ദിവസം വരുന്ന ടാങ്കർ മോഷിക്കണം. ഓഫീസറിനെ നമ്മള് എല്ലാ ഷൂട്ടിങ്ങും റെഡിയാക്കണം. 1 കേക്ക് രാവിലെ തന്നെ എത്താനില്ല. അവിടേക്ക് കാലം മിലിറ്ററി ബേസൊക്കെ പോയിക്കോട്ടെ. ഇങ്ങനെ പോകണം. പക്ഷെ എൻ്റെ മുഖം കാണാതെ എങ്ങനെയാണ് 1 സ്റ്റാർ ആയത്? ഞാൻ ഗണ്ണെടുത്തില്ല. മറ്റവർക്ക് മനസ്സിലായിട്ടുണ്ടോ? ഞാൻ ഫ്രാങ്ക്ലിൻ ആണ്ടാന്ന് പറഞ്ഞും പോയി. ഞാൻ പറയാ ഞാൻ ഫ്രാങ്ക്ലിൻ ആടാ.
തോപ്പിക്കാനില്ല ഞാൻ പറഞ്ഞു. അതാണ് ഏറ്റവും വലിയൊരു തെറ്റ്. ഒരുപാട് തെറ്റെന്ന് വെച്ചാൽ മഹാപൊട്ടത്തിലായിപ്പോയി. അവിടുന്ന് നമുക്ക് ഞാൻ അവിടെ എത്തുമ്പോഴേക്ക് ട്രെയിനിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റും. അത് വേറെ കാര്യം. 1 മണിക്കൂറായി ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കും. ഞാൻ പറഞ്ഞു പോകും. അപ്പം നമ്മളിങ്ങനെ ഈ നാട്ടിലെത്തിയിട്ടുണ്ട്. രാവിലെ എത്തിക്കണേ. ഇവിടെ രാവിലെയായി. ബൈക്ക് ഇവിടെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഇവിടേക്ക് എത്തുമ്പോൾ ഒരു ബൈക്ക് വണ്ടി പിന്നെ പൊളിക്കും. 10 വർഷം വീട് കണ്ടിട്ടില്ലല്ലോ. ഇത് ഞാൻ പുറത്തുനിന്ന് റെന്റിന് വെച്ച് പൊളിക്കണേ. അവിടെ വരെ പോണ്ടേ. നമ്മളെ വീട് അതാ കാണണം. അവിടെ ഉണ്ട്. അടുത്ത് പോയ ദൂരം നല്ല കുറച്ചൊക്കെ ഉണ്ട്. നമ്മളിവിടെ തൊട്ടിട്ട് നമ്മളെ പോലീസ് സ്റ്റേഷൻ അല്ല, നമ്മളെ പുതിയ വീട് വരെ ഉണ്ടാവില്ലേ, വരെയൊക്കെ ഉണ്ടാവും. ദൂരം ഉണ്ടോ? ഇവിടെ പിന്നെ മോഡിഫൈ സീനില്ല. ഇവിടെ വന്ന പടത്തേനെ മരിക്കണ്ടേ. ഹോസ്പിറ്റലിൽ പോകാത്ത ഭാഗ്യം. അത് ഭാഗ്യം. ഫെയിൽ ആവാത്ത ഭാഗ്യം. അഞ്ചെടുത്ത ബൈക്ക് പോയി. പെട്ടെന്ന് പോകട്ടെ. ഏ ബൈക്ക് നമ്മളെ വണ്ടി തെറിച്ച് നമ്മള് സർപ്രൈസ് ഉണ്ടെന്നറിയാം. ഇത് കണ്ടോ അതൊക്കെ മുതല് 10 ലക്ഷത്തിന്റെ സാധനം. നമ്മളെ വീടൊക്കെ ചുറ്റി കണ്ടിട്ടില്ല. നമുക്കൊന്നും ചുറ്റി കണ്ടിട്ട് വേറെ അതാ നിൽക്കണ ആ ഒരു മകന്. വീടും ചുറ്റിട്ട് വരും. ഞാൻ ഈ വീട് വലുതായിട്ടൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട്. ക്രൈസി. മറ്റേ ക്രൈസി വീട്. സ്പേസ് ഒന്നും ഇവിടെ എത്ര വർഷങ്ങളായി ഇതേപോലത്തെ ഒരു വീട്ടിലൊക്കെ വന്നിട്ട്. എത്ര കൊല്ലങ്ങളായി. ഇതൊക്കെ റെന്റിന് വാങ്ങിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ പിരിച്ചെടുക്കേണ്ടി വരുന്നു തോന്നണം. ഒരു ഫാമിലിക്ക് വരും. അതായത് ഒരു ഫാമിലിക്ക് താമസിക്കാൻ അത്ര സ്പേസ് ഉണ്ട്. വേറെ പിച്ചെടുത്തിട്ടേ കാര്യം ഉണ്ടാവും. ഗാരേജിൽ കൂടെ ഉള്ളോട്ട് പോവാ. മെയിൻ ഡോർ വഴി പോവാ. ഗാരേജിൽ കൂടെ അതിൽ കൂടെ ഉള്ളോട്ട് പോവാ. അത് വണ്ടീൻ്റെ പിന്നെ അകത്തേക്ക് പോയാൽ നമുക്ക് ഫുള്ളൊന്ന് ചുറ്റി കാണാം. ഞാനത് എന്തായാലും ചുറ്റി കണ്ടിട്ടില്ല. ഞാനത് വീഡിയോയിലിട്ടും കണ്ടതാ. ഇതൊക്കെ ഇപ്പം തന്നെ ഞാനൊന്നും നോക്കി. അത് കൂടി പോയാൽ നമ്മളെ കാറ് വെക്കുന്ന സ്ഥലമാവും. രാവിലെ മേലോട്ട് പോവാം. മേലാണ് നമ്മളെ ജിമ്മൊക്കെ ഉള്ളത്. എൻ്റെ ഫ്രണ്ട് അവിടുത്തെ ജിമ്മിൻ്റെ അറ്റത്ത് പോവാതെ ഏതാ സ്ഥലം? ഞാൻ ചോദിച്ചു ഇവിടേക്ക് മാത്രമല്ലേ ഉള്ളൂ എന്നല്ലേ. ഇവിടെ കൊണ്ടുപോയി PS ഇല്ല. കൊള്ളാം. ഗെയിം കളിക്കാമല്ലോ. മറ്റേ GTA 5 ഇതിൻ്റെ അവിടെ CD. ഇവിടെ ഞാൻ ഫുൾ പവറിലാണ് വന്നിരിക്കുന്നത്. ഇത് ചടം കഴിയോ? ചടം കഴിയാറ് പൊട്ടിപ്പോകും. എൻ്റെ എത്ര ഞാൻ ഇവിടുന്ന് ഫുൾ ഇതിലാണ് വരുന്നത്. അവിടുത്തെ എടുത്ത് കാണിച്ചാൽ ഞാൻ ഗ്രനേഡിട്ടാൽ പോലും പൊട്ടാത്ത വീട് കണ്ടോ? അവിടെ ഗ്രനേഡൊക്കെ പൊട്ടിച്ച പോലെ ഒരു പൊടി പോലും വരില്ല. പൊടിയൊക്കെ പോകും, പക്ഷെ വരില്ല. ഇവിടേക്കൂടെ സീക്രട്ട് റൂം ഉണ്ട്. ആ സീക്രട്ട് റൂമായിട്ടൊന്നും കൂട്ടണ്ട. ഇവിടെ ഒരു സാധനത്തിന് കാറിൻ്റെ ബോഡി കണ്ടിട്ടില്ലല്ലോ. നമ്മളെ കാറിൻ്റെ ബാക്കിൽ മുമ്പ് ബോഡിയാ. വണ്ടി ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ലല്ലോ. ഓൺ അടിച്ചത് നമ്മളെ വീട് ഇത് ഇവിടെ വെച്ചിട്ട് ഇവിടെ ഫുള്ളി മോഡിഫൈ ആൾക്കാർക്കും ബൈ ഒക്കെ ഈ വീട് കണ്ട വീടെടുത്തപ്പോൾ ഫ്രീ ആയിട്ട്